എന്റെ ഗോൾഡ് ഇസാഫ് ബാങ്കിൽ ഞാൻ പണയം വെച്ചതാണ്. എനിക്ക് ആ ഗോൾഡ് കിട്ടുന്നില്ല. ആ ഗോൾഡ് എന്തായി? ഗോൾഡ് അവര് പറയുന്നത് ഗോൾഡ് ബാങ്കിൽ നിന്ന് മിസ്സായി. അവിടുത്തെ മുൻ മാനേജർ എടുത്ത് പണം മാറ്റിയെടുത്ത് നിങ്ങളുടെ ഗോൾഡ് അവിടുത്തെ മുൻപുണ്ടായിരുന്ന മാനേജർ എന്റെ ഗോൾഡ് എടുത്തിട്ട് അതിന് പകരം അവിടെ മുക്കുപണ്ടം വെച്ചിട്ട് നിങ്ങളുടെ ഗോൾഡ് എടുത്ത് മുക്കുപണ്ടം വെച്ചു. അപ്പൊ നിങ്ങളുടെ ഗോൾഡ് ഇപ്പൊ എവിടെ പോയി? എന്റെ ഗോൾഡ് ഇപ്പോൾ കോടതിയിലാണ്, കേസിലാണെന്നെല്ലാം പറയും. അപ്പൊ നിങ്ങൾക്ക് പേപ്പർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലിശ അടക്കണം എന്ന് പറഞ്ഞ് 4,25,000 രൂപക്കാണ് ഞാൻ പണയം വെച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് അവിടുന്ന് ബാങ്കിൽ നിന്ന് പേപ്പർ വന്നുകൊണ്ടിരിക്കുക, നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. 5 ലക്ഷത്തിന്റെ മുകളിൽ അതായിട്ടുണ്ട്. അത് സ്വർണ്ണം എടുക്കണം, അവിടുന്ന് ബാങ്കിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലെറ്ററുമായിട്ട് ബാങ്കിൽ പോകുമ്പോ ബാങ്കിൽ സ്വർണ്ണമില്ല. പ്രേക്ഷകരെ, ഇസാഫ് ബാങ്കിലെ നോട്ടീസാണിത്. അതായത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗോൾഡ് എടുത്ത് ഇടപാടുകൾ തീർക്കണം, അല്ലെങ്കിൽ പലിശ അടച്ച് ഇടപാടുകൾ തീർക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗോൾഡ് ഇസാഫ് ബാങ്കിൽ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ? അതെ, എനിക്കിത് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വരുന്നത്. ഞാൻ ബാങ്കിൽ പോയിട്ട് സ്വർണം ചോദിച്ചു നോക്കുമ്പോ അവിടെ സ്വർണ്ണം ഇല്ല. സ്വർണം തരാതെ എന്നോട് കാശ് അടക്കാനോ പറഞ്ഞു. സ്വർണ്ണം അവർ തരുന്നില്ല. സ്വർണ്ണം അവർ തരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വർണം വേണം. സ്വർണ്ണം അടക്കാതെ സ്വർണം കിട്ടാതെ ഞാൻ കാശ് അടച്ചിട്ട് എന്താ കാര്യം? എന്റെ സ്വർണം കിട്ടണ്ടേ? ബാങ്കിൽ എനിക്ക് സ്വർണ്ണം കാശ് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെ, ഈ ഗോൾഡ് കിട്ടുന്നില്ല. അതിനപ്പുറത്തേക്ക് എന്നെ വീണ്ടും എനിക്കൊരു ലോൺ പോലും എടുക്കാൻ കഴിയാത്ത, ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഒരു ലോൺ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഇസാഫ് ബാങ്ക് ആണെന്നുള്ളതാണ്. 1 മണിക്കൂറോളം എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചത്. എന്താ പ്രശ്നം? അവര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ സ്വർണം കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അവരെന്നെ മാനേജർ ഇരിക്കുന്നപ്പോ ഒരു ക്യാബിൻ ഉണ്ട്, അതിനുള്ളിൽ എന്നെ ലോക്ക് ചെയ്തു. എന്റെ വൈഫ് എന്റെ കൂടെ പൂട്ടിയിട്ടു. നിങ്ങളെ മാനേജർ ക്യാബിനിൽ പൂട്ടിയിട്ടു. അതിന് മുക്കുപണ്ടുണ്ടെന്നാണോ നിങ്ങളോട് പറഞ്ഞത്? അതിന് മുക്കുപണ്ടാണ്. അപ്പൊ എങ്ങനെയാ പറയുന്നത്? ടോട്ടൽ അതിൽ 4 ചെയിൻ ഉണ്ട്, പിന്നെ കുറച്ച് വള എല്ലാം കൂടി ആയിട്ടില്ല. ഈ 4 ചെയിനും മുക്കുപണ്ടാണ്. നമസ്കാരം. ഇസാഫ് ബാങ്കിൽ ഗോൾഡ് പണയം വെച്ചതിന്റെ പേരിൽ ജീവിതം കോഞ്ഞാട്ടായ ഒരാളുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം ജീവിതം കോഞ്ഞാട്ടായ എന്ന് പറയുമ്പോൾ വല്ലാത്ത രീതിയിലേക്ക് പീഡനം അനുഭവിച്ച ഒരാളുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അഫ്സൽ ഭായ്, നമസ്കാരം. നമസ്കാരം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്റെ ഗോൾഡ് ഇസാഫ് ബാങ്കിൽ ഞാൻ പണയം വെച്ചതാണ്. എനിക്ക് ആ ഗോൾഡ് കിട്ടുന്നില്ല. ആ ഗോൾഡ് എന്തായി? ഗോൾഡ് അവര് പറയുന്നത് ഗോൾഡ് ബാങ്കിൽ നിന്ന് മിസ്സായി. അവിടുത്തെ മുൻ മാനേജർ എടുത്ത് പണം മാറ്റിയെടുത്ത് നിങ്ങളുടെ ഗോൾഡ് അവിടുത്തെ മുൻപുണ്ടായിരുന്ന മാനേജർ എന്നാണ് പറയുന്നത്. മാനേജർ എന്റെ ഗോൾഡ് എടുത്തിട്ട് അതിന് പകരം അവിടെ മുക്കുപണ്ടം വെച്ചിട്ട് എന്റെ സ്വർണം അയാൾ അവിടെ തന്നെ വേറെ അവിടുത്തെ തൂപ്പുകാരെ കൊണ്ട്, അതായത് നിങ്ങളുടെ ഗോൾഡ് എടുത്ത് മുക്കുപണ്ടം വെച്ചു. അപ്പൊ നിങ്ങളുടെ ഗോൾഡ് ഇപ്പൊ എവിടെ പോയി? എന്റെ ഗോൾഡ് ഇപ്പോൾ കോടതിയിലാണ്, കേസിലാണെന്നെല്ലാം പറയും. അപ്പൊ നിങ്ങൾക്ക് പേപ്പർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലിശ അടക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ സിവിൽ സ്കോർ അടക്കം, എന്റെ സിവിൽ സ്കോർ അടക്കം പോയി, ബാബു എനിക്കിത് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, 4,25,000 രൂപക്കാണ് ഞാൻ പണയം വെച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് അവിടുന്ന് ബാങ്കിൽ നിന്ന് പേപ്പർ വന്നുകൊണ്ടിരിക്കുക, നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. 5 ലക്ഷത്തിന്റെ മുകളിൽ അതായിട്ടുണ്ട്. അത് സ്വർണ്ണം എടുക്കണം, അവിടുന്ന് ബാങ്കിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലെറ്ററുമായിട്ട് ബാങ്കിൽ പോകുമ്പോ ബാങ്കിൽ സ്വർണ്ണമില്ല. പക്ഷെ നിങ്ങൾ എടുക്കാൻ തയ്യാറാണ്? ഞാൻ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പേപ്പർ അയച്ചുകൊണ്ടിരിക്കുക. അതായത് എത്ര പേപ്പർ ഇപ്പൊ വന്നു? ഇപ്പോ 4 പേപ്പറോളം വന്നു. 4 പേപ്പർ വന്നു. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ 4 പേപ്പറിലും ഓരോ എമൗണ്ട് വ്യത്യാസം വന്നിട്ടാണോ? നിങ്ങളോട് ഈ എത്രയും പെട്ടെന്ന് ഗോൾഡ് എടുക്കുക എന്ന് ഇസാഫ് ബാങ്കിൽ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ആ പേപ്പർ കാണണ്ടേ? പ്രേക്ഷകരെ, ഇസാഫ് ബാങ്കിലെ നോട്ടീസാണിത്. അതായത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗോൾഡ് എടുത്ത് ഇടപാടുകൾ തീർക്കണം, അല്ലെങ്കിൽ പലിശ അടച്ച് ഇടപാടുകൾ തീർക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗോൾഡ് ഇസാഫ് ബാങ്കിൽ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ? അതെ, എനിക്കിത് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വരുന്നത്. ഞാൻ ബാങ്കിൽ പോയിട്ട് സ്വർണം ചോദിച്ചു നോക്കുമ്പോ അവിടെ സ്വർണ്ണം ഇല്ല. എനിക്ക് സ്വർണം തരാതെ എന്നോട് കാശ് അടക്കാനോ പറഞ്ഞു. സ്വർണ്ണം അവർ തരുന്നില്ല. സ്വർണ്ണം അവർ തരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വർണം വേണം. സ്വർണ്ണം അടക്കാതെ സ്വർണം കിട്ടാതെ ഞാൻ കാശ് അടച്ചിട്ട് എന്താ കാര്യം? എന്റെ സ്വർണം കിട്ടണ്ടേ? ബാങ്കിൽ എനിക്ക് സ്വർണം കാശ് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ഇതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഇന്ന് നമ്മളൊരു സാമ്പത്തിക ഒരു ബാങ്കിൽ അവിടെ പോയിട്ട് ഒരു ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് സിവിൽ സ്കോർ. അതെ, ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ സിവിൽ സ്കോർ വല്ലാത്ത രീതിയിലേക്ക് പോയി കിടക്കുക. അതാണ് എന്നോട് ഏറ്റവും വലിയ സങ്കടം പറഞ്ഞത്. ഈ ഗോൾഡ് കിട്ടുന്നില്ല. അതിനപ്പുറത്തേക്ക് എന്നെ വീണ്ടും എനിക്കൊരു ലോൺ പോലും എടുക്കാൻ കഴിയാത്ത, ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഒരു ലോൺ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ഇസാഫ് ബാങ്ക് ആണെന്നുള്ളതാണ്. ഇനി പറയാം, എന്താണ് ശരിക്കും നിങ്ങളുടെ ഗോൾഡിന് സംഭവിച്ചത്? പറയാം. എന്റെ ഗോൾഡിന് ഞാൻ 2021 കാലഘട്ടത്തിൽ അവിടെ ഇസാഫ് ബാങ്ക് തിരുനാവായ ബ്രാഞ്ചിൽ പണയം വെച്ചതാണ് ഈ ഗോൾഡ്. അവിടുന്ന് 1 വർഷത്തെ ഇതിലാണ് വെച്ചിരുന്നത്. ഞാനപ്പോൾ ഗൾഫിലാണ് എനിക്ക് ബിസിനസ്. ഞാൻ 1 വർഷത്തെ കാലാവധിക്ക് ഒരു ഷോപ്പ് തുടങ്ങേണ്ട ആവശ്യത്തിനായിട്ട് ഞാൻ പണയം വെച്ചതായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് ദുബായിൽ നിന്ന് തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ വീണ്ടും അത് റിന്യൂ ചെയ്ത് വെച്ചു. ഒരു 3 മാസത്തിന് വെച്ചു. 3 മാസത്തിന് വെച്ചു. വീണ്ടും അത് ഞാൻ റിന്യൂ ചെയ്തു, എടുത്തു, റിന്യൂ ചെയ്തു. വീണ്ടും റിന്യൂ ചെയ്ത് എടുത്തിട്ട് എല്ലാം കറക്റ്റാണ്. അവരെല്ലാം ബാങ്കിന്റെ എല്ലാ ഇതിന്റെ പ്രകാരമുള്ള എന്റെ അടുത്തുനിന്ന് സ്വർണം ബാങ്കിൽ വെക്കുന്നു, എല്ലാം ചെയ്യുന്നത് അവരെല്ലാം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഒരു ദിവസം 2 പ്രാവശ്യം റിന്യൂ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ദിവസം എന്നെ ഇവർ വിളിക്കുന്നുണ്ട് ബാങ്കിൽ. നിങ്ങളൊന്ന് ബാങ്കിൽ അത്യാവശ്യമായിട്ട് വരണമെന്നുണ്ട്. അപ്പോൾ ഞാനും എന്റെ വൈഫും കൂടി യാത്രയിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ വന്നാൽ മതിയല്ലേ എന്ന് വെച്ചു. അപ്പൊ പറ്റില്ല, പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ ബാങ്കിൽ പോയി. ഞാൻ ബാങ്കിൽ പോയപ്പോൾ അവര് ഈ സ്വർണം ചെക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, അവരുണ്ട്, പിന്നെ അവിടുത്തെ മാനേജർ എല്ലാവരും ഉണ്ട്, സ്റ്റാഫ് എല്ലാം ഉണ്ട്. അപ്പൊ എന്നോട് വിളിച്ചിട്ട് എന്നെ അവരെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ സ്വർണം ഫേക്കാണ്, നിങ്ങൾ വെച്ച സ്വർണം ഫേക്കാണ്. അതുകൊണ്ട് അതായത് 2 തവണ നിങ്ങൾ മാറ്റി വെച്ചു, റിന്യൂ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഫേക്ക് ആണെന്ന് പറയുന്നത്. ഫേക്കാണെന്ന് പറയുന്നത്, നിങ്ങളെ സ്വർണം ഫേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാശ് അവിടെ അടച്ചിട്ട്, ആരും അറിഞ്ഞിട്ടില്ല, ഈ കാശ് നിങ്ങൾ അടച്ചിട്ട് എടുത്തു കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫേക്കാണെന്ന് പറഞ്ഞ സ്വർണം ഉണ്ടല്ലോ, നിങ്ങൾ 2 പ്രാവശ്യം ഇവിടെ പുതുക്കി വെച്ചാണ് കാര്യങ്ങളാണ്, എനിക്ക് എന്റെ ഗോൾഡ് ഒന്ന് കാണണം. അപ്പോ അവരെന്താ പറയാ, എന്റെ മുന്നിലല്ലാത്ത ഈ ഗോൾഡെല്ലാം അവർ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവരെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ശരിക്കും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇനിയിപ്പോ ഇത് ഇത്തരം സംഭവം സംഭവിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഗോൾഡ് പൊട്ടിക്കാനുള്ള അധികാരം അവർക്കില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പണയം റിട്ടേൺ എടുക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഗോൾഡ് ലോക്കറിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇത് 2 പ്രാവശ്യം ഞാൻ റിന്യൂ ചെയ്ത് വെക്കുമ്പോഴും അവരെ ലോക്കറിൽ നിന്ന് സ്വർണം കൊടുത്തിട്ട് എന്റെ മുന്നിൽ നിന്ന് പൊട്ടി വെച്ചിട്ട് അവർ എല്ലാം നോക്കിയിട്ടാണ് വീണ്ടും കവർ മാറ്റി വെക്കുന്നത്. അങ്ങനെയല്ല സാധാരണ ഇതുള്ളത്. അങ്ങനെല്ലാം ചെയ്ത സ്വർണ്ണമാണ് പിന്നെ അത് ഫേക്കാണ്. അതായത് നിങ്ങളെ വിളിച്ചു അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞു. നിങ്ങൾ അനുഭവിച്ച അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വളരെ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ, ജീവിതത്തിൽ അനുഭവിക്കാൻ അത്രമാത്രം പ്രശ്നം ഞാൻ അവിടെ അനുഭവിച്ചു. എന്തൊക്കെ പ്രശ്നം? 1 മണിക്കൂറോളം എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചത്. എന്താ പ്രശ്നം അനുഭവിച്ചു? അവര് ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ സ്വർണം കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അവരെന്നെ മാനേജർ ഇരിക്കുന്നപ്പോ ഒരു ക്യാബിൻ ഉണ്ട്, അതിന്റെ ഉള്ളിൽ എന്നെ ലോക്ക് ചെയ്തു. എന്റെ വൈഫ് എന്റെ കൂടെ പൂട്ടിയിട്ടു. നിങ്ങളെ മാനേജർ ക്യാബിൽ പൂട്ടിയിട്ടു. നിങ്ങൾ രക്ഷപ്പെടരുത്. എന്നിട്ട് പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കും. അപ്പൊ ഞാൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഓരോ തവണ ഇത് നമ്മൾ റിന്യൂ ചെയ്ത് വെക്കുമ്പോഴും അവര് പുതിയത് ലോണായി മാറുകയുള്ളൂ. അപ്പൊ മുമ്പത്തെ റെസീറ്റ് ഉണ്ടാവും, രേഖകൾ, അതിൽ കറക്റ്റ് സ്വർണത്തിന്റെ ഓരോ അളവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോ നിങ്ങളുടെ ഗോൾഡ് കാണണം എന്ന് പറഞ്ഞപ്പോ ഈ അതിൽ മുക്കുപണ്ടുണ്ടെന്നാണോ നിങ്ങളോട് പറഞ്ഞത്? അതിൽ മുക്കുപണ്ടാണ്. അപ്പൊ എങ്ങനെയാ പറയുന്നത്, ടോട്ടൽ അതിൽ 4 ചെയിൻ ഉണ്ട്, പിന്നെ കുറച്ച് വള എല്ലാം കൂടി ആയിട്ടുള്ളത്. ഈ 4 ചെയിനും മുക്കുപണ്ടാണ്. അപ്പോ നിങ്ങൾ എത്ര ചെയിൻ വെച്ചായിരുന്നു? 4 ചെയിൻ. അതിൽ എത്ര മുക്കുപണ്ട്? ഈ ചെയിനെല്ലാം മുക്കുപണ്ടാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊന്ന് കാണണം. അപ്പൊ അവരിത് എടുത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വൈഫിന് അന്ന് കിട്ടിയ സ്വർണ്ണം 20 വർഷത്തോളം. അന്ന് എടുത്ത് സ്വർണം കുറച്ച് ഉപയോഗിച്ച സ്വർണ്ണം. ഇത് വളരെ പുതിയ സ്വർണ്ണമായിരുന്നു. സംശയമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ? ഇപ്പോ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും വല്ല സംഭവം ചെയ്തിട്ടുണ്ടോ? അതല്ല, അത് ഞാനപ്പോ ഇതിൽ ഇവര് തരുന്ന ലിസ്റ്റ് ഉണ്ട്. അത് കറക്റ്റ് ഓരോ സ്വർണ്ണത്തിന്റെയും അതിന്റെ അളവും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഉണ്ട്. ഇത്ര ഗ്രാമാണ്, ഇത്ര അതിനെ ലോൺ തരാന്ന് അത് വെച്ചിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് ഓരോ സ്വർണ്ണം നമുക്ക് സമയത്ത് റിന്യൂ ചെയ്യുമ്പോൾ ഇവർ ഇതിന്റെ റെസീറ്റ് മാറ്റി തരും. പക്ഷെ എനിക്കൊരു സ്വഭാവം ഉണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോൾ മൊബൈൽ ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ ഇത് നോക്കിയപ്പോ എന്റെ മൊബൈലില് വെറുതെ എടുത്തു നോക്കിയപ്പോ ഞാനത് നോക്കിയപ്പോ ഈ റെസീറ്റ് എന്റെ കയ്യിലപ്പോ ഇല്ല. നോക്കിയപ്പോൾ ഒരു ചെയിന് എന്റേത് ചെറുതാണ്, ഇതില് വലുതാണ്. ചെറിയ 4 ചെയിൻ നിങ്ങൾ വെച്ചിട്ടുണ്ട്. 3 ചെയിനും എന്താണ് പറയാ, 3 ചെയിനും അതേപോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. ഒരു ചെയിന് വലുതാണ്. അത് അതില് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ചെറുതാന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ ഉപ്പാനെ വിളിച്ചു. എന്റെ ഉപ്പാനെ വിളിച്ചിട്ട് ബാങ്കിൽ നിന്ന് 1 കിലോമീറ്ററോളം വീട്ടിലെത്തി. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, ഒരു സ്നേഹിതണ്ട്, ഒരു കൂട്ടുകാരുണ്ട്, ഒരു മെമ്പർ അല്ലായിരുന്നു, പുള്ളിനെ വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ പുള്ളിന്റെ വിവരം പോകാൻ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർണ്ണം ഒന്ന് നിങ്ങളൊന്ന് അതിന്റെ തൂക്കി തരണം. ശരി, നിങ്ങൾ എടുത്ത ബില്ലില് ശരിക്കും സ്വർണത്തിന്റെ ഗ്രാം ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊന്ന് തൂക്കി തരണം. പിന്നെ നിങ്ങൾ ഇത് വെച്ചിട്ട് അതിന്റെ വെയിറ്റ് ഒന്ന് എനിക്ക് തരണം. വെയിറ്റ് നോക്കിയപ്പോ വെയിറ്റിന്റെ വ്യത്യാസം. എത്ര വ്യത്യാസമുണ്ട്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൂടുതലാണോ കുറവാണോ? കൂടുതലായിട്ടാണ്. കൂടുതൽ. അതിനെ ഒരു ചെയിൻ, നിങ്ങളുടെ ചെറിയ ചെയിന് പകരം വലിയ ചെയിന് കയറ്റി വെച്ചു. അപ്പൊ കൂടുതലായിട്ടാണ്. അപ്പൊ ഞാൻ മാനേജറോട് പറഞ്ഞു. പിന്നെ ഇവരെ ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന ആളാണ് സ്വർണം ചെക്ക് ചെയ്യുന്നത്. അയാളാണ് എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചത്. ഒന്നാമത് എന്റെ വൈഫ്, എന്റെ നാട്ടിലുള്ള ആളുകളെല്ലാം ബാങ്കിലുണ്ട്. ഇവരുടെ ഇടയിൽ വെച്ച് ഞാനൊരു നാട്ടിലൊരു
ഒരു നല്ലൊരു ഫാമിലി ജീവിക്കുന്ന കള്ളനായി ചിത്രീകരിക്കുന്ന രീതിയിൽ വരെ പോയി എന്നെ പോയി. നിങ്ങളെ പൂട്ടിട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ കള്ളനാന്ന് വെച്ചിട്ടാ പൂട്ടിട്ട്? അവർ പോലീസിനെ വിളിക്കുന്നറിയാം. ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് പേടിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ പറഞ്ഞു പോലീസിന് നമുക്ക് കാര്യം പറയാലോ, ഞാൻ വിളിച്ചോളാം. എന്റെയൊക്കെ എല്ലാ തെളിവുകളും ഉണ്ട്. ഞാൻ 3 പ്രാവശ്യം റിന്യൂ ചെയ്ത് വെച്ചതാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത് കണ്ട് നമ്മളിത് തൂക്കി നോക്കിയപ്പോ വ്യത്യാസം വന്നപ്പോ അവർക്ക് ഇത് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ നിങ്ങളെ സീല് വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ തൂക്കം എനിക്ക് എഴുതി കറക്റ്റ് ചെയ്യും, നിങ്ങളെ ബാങ്കിന് സീല് വെക്കുക. അപ്പൊ ഓക്കെ തരാന്ന് പറഞ്ഞു മാനേജർ. പിന്നെ മാനേജർ തരാന്ന് പറഞ്ഞ് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് തരാം അങ്ങനെ പറഞ്ഞു. അതൊരു റമദാൻ മാസം നോമ്പ് ടൈമായിരുന്നു. ആ സമയത്ത് സമയം നടന്നത് എത്ര സമയമായി? ഇത് നടന്നിട്ട് 2022-ലാണ്. 2022. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് 2024-ആണ്. ഇതിനിടയ്ക്ക് പറയേണ്ട കുറച്ച് കാര്യമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പാണ് അഫ്സലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ശരിക്കും അഫ്സലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ പറയാം. എന്നിട്ട് ഞാന് എന്താണ് അവരോട് ഒരു ഇത് അളന്ന് എനിക്ക് എന്റെ ഇത് അറിയണ്ടേ. അപ്പൊ ഇത് തൂക്കം കറക്റ്റ് ഉണ്ടായി. അവിടുന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരിത് മാറ്റി എന്ത് ചെയ്ത് എനിക്ക് ഞാനാളെ കള്ളനാവുന്നത്. അപ്പൊ ഞാനിത് അവര് തരുന്നില്ല. ഹെഡ് ഓഫീസിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് തരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു 7 മണി വരെ ബാങ്കിൽ 7 മണി എന്ന് പറഞ്ഞാൽ 6-7 മണി നോമ്പ് തുറക്കുന്ന സമയം വരെ ഞാൻ ബാങ്കിൽ. അപ്പൊ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളൊന്ന് പോയി പോന്നു നോമ്പ് തുറന്നു. എന്നിട്ട് നമ്മൾ അപ്പോൾ ഞാൻ അത് ചെയ്തു തരാം. അവിടെ ഹെഡ് ഓഫീസിൽ ആരും കിട്ടിയിട്ടില്ല, അവരുടെ പെർമിഷൻ കൂടി കിട്ടണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതിന് എന്താ ആവശ്യം, നിങ്ങൾ തന്ന റെസീപ്റ്റ് ഇതാണ്, എന്റെ സ്വർണ്ണം അതാ അവിടെ, എന്റെ സ്വർണ്ണം അതാ അവിടെ, അതിന്റെ ഈ തന്ന റെസീപ്റ്റിന്റെ തൂക്കം എങ്ങനെ കിട്ടും, അത് നിങ്ങൾക്ക് തന്നെ എഴുതി തരാനല്ലേ ഉള്ളൂ. അങ്ങനെ അവർ തന്നില്ല. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ അവര് ബാങ്ക് പൂട്ടി. പോയി ബാങ്ക് അപ്പം തന്നെ പൂട്ടി. ഞാൻ ഇറങ്ങിയപ്പോ പൂട്ടി. ഞാൻ പോവില്ല എന്ന് പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ കാലത്ത് മുതലേ മോൾക്ക് നോറ്റ് എനിക്കൊരു വെള്ളം കുടിക്കാനും പുറത്തിറങ്ങി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവർ ബാങ്ക് പൂട്ടി. അപ്പൊ ഈ സംഭവത്തിന് ശേഷം എന്താണ് പിന്നെ സംഭവിച്ചത്? പിന്നെ എനിക്ക് രാത്രി വിളിക്കുന്നുണ്ട്. അതായത് ഒരു 7 മണി 8 മണിക്ക് ബാങ്കിലെ സ്റ്റാഫ് വിളിക്കുന്നുണ്ട്. മാനേജറും അവർ സ്റ്റാഫും കൂടെ വിളിച്ചു. അഫ്സൽക്കായി നിങ്ങളൊന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചു. അല്ല നിങ്ങളൊന്ന് കാണേണ്ട ആവശ്യമില്ല, കാണാൻ